ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 26-ാം തീയതി നമ്മുടെ ബസൂക്ക, മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ രാത്രി 8 മണിക്ക് റിലീസ് ആവുകയാണ്. അതായത് 27-ാം തീയതി എമ്പുരാന്റെ തിയേറ്റർ ഷോയുടെ ഇടയിൽ ഇതിന്റെ ട്രെയിലർ പ്രദർശിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 26-ാം തീയതി രാത്രി 8 മണിക്ക് രാഗം തിയേറ്ററിൽ വെച്ച് ഇതിന്റെ ട്രെയിലർ റിവീലിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 8:10 യൂട്യൂബിലും ഇത് അപ്ലോഡ് ചെയ്യുമെന്നുള്ള കാര്യം പോസ്റ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, എമ്പുരാനിന് ട്രെയിലറിലൂടെ കിട്ടിയ ഹൈപ്പ് ബസൂക്കയും കിട്ടട്ടെ. ബസൂക്കയും വലിയ 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 വിജയത്തിലോട്ട്, മമ്മൂട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ 100 കോടി ക്ലബ്ബിൽ, തിയേറ്റർ കളക്ഷനിലൂടെ 100 കോടി ക്ലബ്ബിൽ കയറാൻ പറ്റുന്ന ആദ്യത്തെ സിനിമയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇപ്പം നമുക്ക് എമ്പുരാന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് ബസൂക്കയുടെ വലിയ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുപോലെ തന്നെ ബസൂക്കയ്ക്ക് കൂടുതലായിട്ടും ഇപ്പം വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഹൈപ്പ്, ആ ടീസർ ഇറങ്ങിയ സമയത്ത് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ കത്തി നിന്നതാണ്. കാരണം ഇത് ഫെബ്രുവരി 14-ാം തീയതി റിലീസാവുന്നുള്ള രീതിയിൽ നല്ലപോലെ കത്തി നിന്ന സിനിമയാണ്. പക്ഷെ അത് വീണ്ടും മാറ്റി ഇങ്ങനെ ഏപ്രിൽ 10-ാം തീയതിയിലോട്ട് ആക്കിയപ്പോഴത്തേക്കും കുറച്ച് ഹൈപ്പ് കുറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ പോസ്റ്റേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി വെളിവിടുമെങ്കിലും അതിന് വേറെ ഒരു വീഡിയോ പ്രൊമോഷൻസോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഏപ്രിൽ 10 മാർച്ച് 26-ാം തീയതി ആയിട്ട് ട്രെയിലർ വെളിയിറങ്ങും. അപ്പോൾ മാർച്ച് 26 തൊട്ട്, അതായത് എമ്പുരാൻ റിലീസ് ചെയ്ത് 27-ാം തീയതി തൊട്ട് ബസൂക്കയുടെ പ്രൊമോഷൻ ആരംഭിക്കും. അപ്പം ബസൂക്കയും എമ്പുരാൻ പോലെ തന്നെ വലിയ വിജയമാവട്ടെ നമുക്ക് ആഗ്രഹിക്കും. കാരണം ഞാൻ ഇപ്പം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എമ്പുരാന്റെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ മോഹൻലാൽ ഫാനായിട്ട് മാറുക, ബസൂക്കയുടെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ മമ്മൂട്ടി ഫാനായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഒരു സിനിമാ സ്നേഹി എന്ന നിലയിൽ ആ രീതിയിൽ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. എനിക്ക് മാത്രമേ നമുക്ക് എല്ലാ സിനിമകളും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അല്ല ഒരു സിനിമയെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. എമ്പുരാൻ വിജയിക്കുന്നത് പോലെ തന്നെ ബസൂക്കയെ വിജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ അത്രത്തോളം എത്തൂലെന്നുള്ള കാര്യം അറിയാം. കാരണം ബസൂക്കയ്ക്ക് അത്രയും എമ്പുരാനെ പോലെയുള്ള ഒരു ഹൈപ്പില്ല. ആ ഹൈപ്പ് ട്രെയിലറിലൂടെ കയറി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ആ സിനിമയ്ക്ക്, ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഞാൻ വിചാരിച്ചിരുന്നത് നല്ലൊരു വലിയ സൂപ്പർ സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ടീസർ കണ്ടപ്പോൾ അതിഗംഭീരമായിരുന്നു. പക്ഷേ ഈ റിലീസ് ഡേറ്റ് മാറ്റി വീണ്ടും റീഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കൊണ്ട് ചെറിയൊരു ഡിം ഉണ്ടായി. പക്ഷേ അത് നാളത്തെ ട്രെയിലറിലൂടെ ഉറപ്പായിട്ട് മറികടക്കാൻ സാധിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചത്. കാരണം അത്രത്തോളം ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രെയിലർ അതിഗംഭീരമായ ട്രെയിലറാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എമ്പുരാനോടൊപ്പം എത്തുന്ന ഒരു ഹൈപ്പ് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ മുകളിലോട്ട് പോകും എന്നുള്ളത് പോലെ ഇരിക്കും ഇതിൻ്റെ നമുക്ക് ബസൂക്കയ്ക്ക് കിട്ടുന്ന ഹൈപ്പ് എത്രത്തോളം ഇരിക്കും, അതുപോലെ ആയിരിക്കും ബസൂക്കയുടെ കളക്ഷനും പോവുക. അപ്പോൾ ആദ്യത്തെ മമ്മൂട്ടിയുടെ 100 കോടി ക്ലബ്ബ്, അതായത് തിയേറ്റർ കളക്ഷൻ വൈസ് ആദ്യത്തെ മമ്മൂട്ടിയുടെ 100 കോടി ക്ലബ്ബ് ബസൂക്ക ആകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് തന്നെ സംഭവിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാ മമ്മൂട്ടി ആരാധകരും കാത്തിരിക്കും. ജനുവരി 26 രാത്രി 8 മണിക്ക് രാഗം തിയേറ്ററിൽ സ്ക്രീനിങ് കഴിഞ്ഞ ഉടനെ തന്നെ 8:10 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. റെക്കോർഡുകളുടെ രാജകുമാരനായ മമ്മൂട്ടിയുടെ ഈ ട്രെയിലർ വൻ രീതിയിലുള്ള വിജയം ഉണ്ടാവട്ടെ, മില്യൺ കണക്കിന് വ്യൂസ് പോകട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ.